ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ നടൻ ശ്രീനാഥ് ഭാസി മുൻകൂർ ജാമ്യം തേടി. ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കേസ് വ്യാജവും കെട്ടിച്ചമച്ചതുമെന്ന് ശ്രീനാഥ് ഭാസി പറഞ്ഞു. സലി, ഇതുമായി ബന്ധപ്പെട്ട് ശ്രീനാഥ് ഭാസിയും മറ്റ് പല നടന്മാരുടെയും പേരുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായ ഒരു യുവതി പറയുകയും ചെയ്തിരുന്നു. ഇപ്പോൾ എന്താണ് കോടതിയിൽ നിന്ന് വരുന്ന വിവരങ്ങൾ? അതായത് ഈ പിടിയിലായ പ്രതി തസ്ലിമ നൽകിയിരിക്കുന്ന മൊഴിയിൽ ഒന്നിലധികം നടന്മാർ തങ്ങളിൽ നിന്ന് കഞ്ചാവ് വാങ്ങിയിട്ടുണ്ട്, മയക്കുമരുന്ന് വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് തുടർ നടപടികളിലേക്ക് കടന്നത്. അതിലാണ് ശ്രീനാഥ് ഭാസിയുടെ പേരും വന്നത്. അപ്പോൾ അത് ഒരു അറസ്റ്റ് പോലെയുള്ള കാര്യങ്ങൾ മുൻകൂട്ടി കാണുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ശ്രീനാഥ് ഭാസി ഹൈക്കോടതിയിൽ ഒരു മുൻകൂർ ജാമ്യം ഹർജി സമർപ്പിച്ചു. കോടതി ഇന്ന് തന്നെ പരിഗണിക്കുകയും ചെയ്യും. ഇത് ശ്രീനാഥ് ഭാസി പറയുന്നത് ഈ കേസ് വ്യാജവും കെട്ടിച്ചമച്ചതാണ്. ഈ പ്രതി എന്ന് പറയുന്നത് തസ്ലിമയിൽ നിന്ന് താൻ കഞ്ചാവ് ഒന്നും വാങ്ങിയിട്ടില്ല. മാത്രമല്ല, ഇപ്പൊ അറസ്റ്റ് ചെയ്യാൻ ഈ കേസിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അറസ്റ്റിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട്. ഇപ്പൊ അറസ്റ്റ് ചെയ്താൽ ഇത് സിനിമ ഷൂട്ടിംഗ് പലതും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സിനിമയുടെ ഷൂട്ടിംഗ് മുടങ്ങും. അത് വലിയ സാമ്പത്തിക പ്രയാസങ്ങൾക്കും മറ്റു കാരണങ്ങൾക്കും ഒക്കെ കാരണമാകും. അതുകൊണ്ട് അറസ്റ്റിൽ നിന്ന് തടയണം, അതായത് മുൻകൂർ ജാമ്യം നൽകണം. ഇനി മുൻകൂർ ജാമ്യം നൽകിയാൽ ഏത് ജാമ്യ വ്യവസ്ഥയും അംഗീകരിക്കാൻ തയ്യാറാണ്. മുൻകൂർ ജാമ്യം താൻ ദുരുപയോഗം ചെയ്യില്ല. തനിക്ക് യാതൊരു തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലമില്ലാത്ത ഒരു നടൻ മാത്രമാണ്. അങ്ങനെയുള്ള ഒരാളെ ഇത്തരത്തിൽ കേസിൽ കൊടുക്കുന്നത് ശരിയല്ല. ഇനി അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണ്. അതിനുവേണ്ടി മുൻകൂർ ജാമ്യം നൽകിയാൽ നിരവധി നടന്മാരുടെ പേരുകൾ പറയുകയും ചെയ്തിരുന്നു, മൊഴി നൽകുകയും ചെയ്തു. അപ്പോൾ അവരൊക്കെ നിലവിൽ ഇപ്പോൾ മുൻകൂർ ജാമ്യവുമായി സമീപിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. മറ്റാരെങ്കിലും സമീപിച്ച വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? മറ്റാരും കൊടുത്തിട്ട് ഏപ്രിൽ 1-നാണ് ഈ തസ്ലിമ സുൽത്താനെ ആലപ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അവരുടെ കൈവശം വിൽപ്പനയ്ക്ക് എത്തിച്ച കഞ്ചാവ് ഉണ്ടായിരുന്നു. എക്സൈസ് ലഹരി വിരുദ്ധ സ്ക്വാഡും ആണ് ഈ നടപടികളിലേക്ക് പിന്നീട് കടന്നത്. ഇവരാണ് ശ്രീനാഥ് ഭാസി അടക്കമുള്ള 2 നടന്മാരുടെ പേര് പറഞ്ഞത്. ഇപ്പൊ ഒരാൾ മാത്രമേ കോടതി പോയിട്ടുള്ളൂ എന്നുള്ളതുകൊണ്ട് ഒരാളുടെ പേര് നമുക്കിപ്പോ പറയാം. ആ സാഹചര്യത്തിൽ ആ കേസ് ഉൾപ്പെടെയുള്ള തുടർ നടപടികളിലേക്ക് എക്സൈസ് കടക്കും എന്ന് മനസ്സിലാക്കിയ അടിസ്ഥാനത്തിലാണ് എന്ന് മാത്രമേ ഇപ്പൊ പറയാൻ കഴിയുള്ളൂ. ഇവരുടെ മൊഴി മിക്ക സിനിമാ താരങ്ങളും ലഹരി ഉപയോഗിക്കുന്നവരാണ് എന്നടക്കം കുറെ കാര്യങ്ങൾ ഇവർ പറഞ്ഞിട്ടുണ്ട്. വസ്തുതാപരമാണോ എന്ന് എക്സൈസാണ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് അറസ്റ്റിലേക്ക് നീങ്ങും എന്ന് മുൻകൂട്ടി കണ്ടിട്ടാവണം ഇപ്പൊ ശ്രീനാഥ് ഭാസി മുൻകൂർ ജാമ്യമായി കോടതിയിൽ എത്തിയിരിക്കുന്നത്. ഇന്ന് തന്നെ കോടതി ഇത് പരിഗണിക്കും. ഇന്ന് തന്നെ കേൾക്കാം. ടുഡേ ഇട്ടാണ് മൂവി ഇരിക്കുന്നത്. അപ്പൊ ഇന്ന് തന്നെ കേൾക്കാൻ തന്നെയാണ് സാധ്യത. ശരി, സലി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് മുൻകൂർ ജാമ്യാപേക്ഷയുമായി ശ്രീനാഥ് ഭാസി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്ന വിവരങ്ങളാണ് സലി മുഹമ്മദ് നൽകിയത്.